ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശിക്കെതിരെ ആരോപണങ്ങളുമായി CPIM PK ശശി BJPയുമായി ഡീൽ ഉണ്ടാക്കിയെന്നാണ് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ആരോപണം. നാമനിർദ്ദേശ പത്രികയിൽ PK ശശി കൃത്രിമം കാണിച്ചതിലും CPIM ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം കോടതിയിൽ പോയി തെളിയിക്കാൻ CPIMനെ PK ശശി വെല്ലുവിളിച്ചു. ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശിക്കെതിരെ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് CPIM. BJPയുമായി PK ശശി ഡീലുണ്ടാക്കിയെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. BJPയുടെ മുൻ സ്ഥാനാർത്ഥിയുമായാണ് PK ശശി ഡീലുണ്ടാക്കിയത്. എറണാകുളത്തെ ഏജൻസി മുഖാന്തരം BJP നേതാവിന് 50 ലക്ഷം രൂപ നൽകിയെന്ന് EN സുരേഷ് ബാബു. ഒറ്റപ്പാലത്ത് UDFന്റെ സ്ഥാനാർത്ഥി BJPയുടെ ഒരു മുൻ സ്ഥാനാർത്ഥിക്ക് വലിയ തുക ഓഫർ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. മുൻ സ്ഥാനാർത്ഥിക്ക് ഒരു എറണാകുളത്തെ ഏജൻസി മുഖേനയാണ് അതിനൊരു ശ്രമം നടത്തിയത്. വാഗ്ദാനം ചെയ്ത് ചെറിയ തുകയല്ല, 50 ലക്ഷമാണെന്നാണ് കേട്ടത്. നാമനിർദ്ദേശ പത്രികയിൽ പേരിലും വയസ്സിലും PK ശശി കൃത്രിമം കാണിച്ചെന്ന് LDF ആരോപണം ഉന്നയിച്ചിരുന്നു. LDF നേതാക്കൾ PK ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനായിരുന്നു CPIM ജില്ലാ സെക്രട്ടറിയുടെ വെല്ലുവിളി. അതേസമയം ആരോപണങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ CPIMനെ PK ശശിയും വെല്ലുവിളിച്ചു. തോൽക്കാൻ പോകുന്നു എന്ന് ഉറപ്പിച്ച ആളുകൾ അവസാനത്തെ അവനാടിയിൽ അസ്ത്രം എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇവരിപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തിയത്ര, ഞാനെന്തോ വ്യാജരേഖ ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ ഇവർ ധൈര്യം ഉണ്ടെങ്കിൽ കോടതി പോട്ടെ, ഞാൻ അവരെ വെല്ലുവിളിക്കുക, കോടതിയെ സമീപിക്കട്ടെ. ഒറ്റപ്പാലത്ത് വാശിയേറിയ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. മുൻ CPIM നേതാവ് PK ശശിയിലൂടെ ഒറ്റപ്പാലം മണ്ഡലം പിടിച്ചെടുക്കാനാണ് UDF നീക്കം. എന്നാൽ മണ്ഡലം കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് CPIM. ന്യൂസ് മലയാളം, പാലക്കാട്.